പുതിയ പ്രഭാഷണ പരമ്പര ദിവ്യക്ഷേത്രാദർശ ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ സങ്കല്പ കൽപ്പലതിക എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. പ്രഭാഷകൻ ഡോക്ടർ സി.ടി. ഫ്രാൻസിസ്. ഇന്ത്യൻ സമയം ഒക്ടോബർ 10 വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് നടത്തിയത്. ബ്രഹ്മശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ എഴുതിയ സങ്കല്പ കൽപ്പലതിക 1907 ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. പരമഗുരു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനും നാരായണ ഗുരുസ്വാമികളുടെ പ്രിയമിത്രവുമായിരുന്ന ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ സംസ്കൃത ഭാഷയിൽ അസാമാന്യ പരിജ്ഞാനവും അദ്വൈത വേദാന്തത്തിൽ ആഴമേറിയ അറിവും നിർഭയമായ ആവിഷ്കാര ശൈലിയും ഒത്തിണങ്ങിയ ഒരു കവി കൂടിയായിരുന്നു. അദ്ദേഹം സന്ദർശിക്കാനിടയായവയിൽ 49 ക്ഷേത്രങ്ങളിലെ നാനാ സങ്കല്പങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവപ്രതിമകളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ഒന്നു തന്നെ എന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു ഉത്തമ സ്തോത്ര കാവ്യമാണ് ദിവ്യക്ഷേത്രാദർശം. ഓരോ ക്ഷേത്രത്തിനും ഓരോ ശ്ലോകം വീതമാണ് ഇതിലുള്ളത്. നാം വിവിധ ക്ഷേത്രങ്ങളിൽ ദർശിക്കാനിടയാകുന്ന ദേവതാ സ്വരൂപത്തെ മനസ്സിൽ ദർശിക്കുന്നതിനുള്ള ആദർശം അഥവാ കണ്ണാടിയായാണ് സ്വാമികൾ ഈ കൃതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈശ്വര ചൈതന്യത്തെ പ്രതിപാദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവെങ്കിലും സമാഗാനങ്ങൾക്ക് മനുഷ്യന് ഈശ്വരപ്രാപ്തി ഉളവാക്കി കൊടുക്കാൻ കഴിയുകയില്ല. ഈശ്വര സ്വരൂപം വാക്കുകൾക്കതീതമാണ്. യഥോ വചോ നിർവർത്തന്തി അപ്രാപ്യ മനസാ സഹ. ഈ തത്വത്തിലേക്ക് കടക്കാൻ കഴിയാതെ വാക്കുകൾ മനസ്സിനോടൊപ്പം പിന്തിരിയുന്നു. ആത്മജ്ഞാനം ലഭിച്ച ഒരു ഋഷികവിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സ്തോത്രകൃതിയിലൂടെ അത് വെളിവാക്കിത്തരാൻ കഴിയൂ. ഈ കൃതി എഴുതുന്നതിന് ഗ്രന്ഥകാരന് തൻ്റെ ഗുരുവായ ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹാശിസും നിർദ്ദേശവും ലഭിച്ചിട്ടുള്ളതായി ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമി ചരിത്ര സമുച്ചയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. സ്വാമി ദർശിച്ചിട്ടുള്ള എല്ലാ ദിവ്യക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ശ്ലോകം ചമയ്ക്കണമെന്നും അവ സ്തുതിരൂപത്തിലാണെങ്കിലും പദ്യങ്ങൾ വേദാന്താർത്ഥപരത്വം കൊണ്ട് ലോകോത്തരമായിരിക്കണമെന്നും ആജ്ഞാപിച്ചു. ഓരോ ശ്ലോകങ്ങളും അർത്ഥപുഷ്ടി, ശൈലീഗുണം, അനുപ്രാസം മുതലായവയാൽ അതിമനോജ്ഞങ്ങളും ആസ്വാദ്യങ്ങളുമാണ്. ശ്രദ്ധരാവൃത്തത്തിലാണ് ഇവ രചിച്ചിട്ടുള്ളത്. ഓച്ചിറയെക്കുറിച്ച് ശ്ലോകങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു ശ്ലോകമുണ്ടാക്കി ചേർക്കാൻ പരമഗുരു അരുളി. അവിടെ വർണ്ണനീയമായ സംഗതികളൊന്നുമില്ലല്ലോ എന്നുണർത്തിച്ചപ്പോൾ എന്നാൽ ഒന്നുമില്ലെന്നെഴുതിയേക്കണം എന്ന് കൽപ്പിച്ചു. ആ വാക്കിലുള്ള അപാരമായ അർത്ഥമാണ് ദിവ്യക്ഷേത്രാദർശത്തിലൂടെ നമുക്ക് പ്രാപ്യമാകുന്നത്. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഇച്ഛാവിച്ഛിത്തയേനോ വിഭവതു വിഭവൈകാശ്രയാകാരൂപോ ഗോകർണേശോന്വഹം നസ്തൃടിത ഹൃദഗതീകർത്തുകാമോപതീർണ ചിത്താദർശേഹ ബാഹ്യാന്തരഭിതമജലാംഭോധിഗംഭീരമേകം ലോകസ്ത്വാലോകതേ ദുർമദന ദഹന സമ്പാദകം. ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ഈ സങ്കല്പ കൽപ്പലതിക എന്ന കൃതികളുടെ ഒരു സമാഹാരമാണ് അത്, സങ്കല്പ കൽപ്പലതിക. അപ്പം അത് നമുക്കറിയാം, കൽപ്പലതിക എന്ന് പറഞ്ഞാൽ കൽപ്പലത എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കൽപ്പലത എന്ന് പറഞ്ഞാൽ അത് കൽപ്പവൃക്ഷമാണ്. എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന സ്വർഗീയമായ കൽപ്പതരുവാണ്. അപ്പം സങ്കല്പങ്ങളുടെ കൽപ്പലത എന്ന ഒരു ഗ്രന്ഥത്തിലെ എന്ന ഒരു ലേഖന സമാഹാരത്തിൽ ആണ് അദ്ദേഹം ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേഖനം എന്ന് പറയുമ്പോൾ ഞാൻ എഴുത്ത് എന്ന അർത്ഥമേ ആക്കിയുള്ളൂ. അത് ഗദ്യമോ പദ്യമോ എന്ന് ഞാൻ പ്രത്യേകിച്ച് നിഷ്കർഷിച്ച് ഉദ്ദേശിച്ചതല്ല. അപ്പം ഇതിൽ ഈ ദിവ്യക്ഷേത്രാദർശം തുടങ്ങുന്നത് അദ്ദേഹം ആദ്യം തന്നെ ഹരിഹി എന്ന് എഴുതിയിട്ടാണത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അത് ഇവിടെ നന്നായി ആലപിച്ചു. ആ ശ്ലോകം ഇവിടെ ചൊല്ലി. അപ്പം അതിൽ ആ ശ്ലോകം ചൊല്ലുന്നതിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതിൽ ആദ്യം തന്നെ ഇച്ഛാവിച്ഛിത്തയെ നോ എന്നാണ്. നോ എന്ന് പറയുന്നതും നോ എന്ന് പറയുന്നതുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്, അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് സഹ നാവവതു സഹ നൗ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ എന്ന് പറയാറുണ്ട്. ചില ചിലപ്പോൾ ഇത് ചൊല്ലുമ്പോൾ സഹനാവവതു സഹനൗ ഭുനക്കുതു എന്ന് ചൊല്ലാറുണ്ട്. അപ്പം ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് അറിയാം, ഇത് ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ ആണ് ഇത് രചിച്ചിട്ടുള്ളത്. നമ്മളത് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നീലകണ്ഠ എന്നാണ്. നാരായണ ഗുരു ദേവൻ അല്ലേ, നായാണ്. ഒരു പദത്തിൻ്റെ ആദ്യത്തിൽ ഈ വർണ്ണം വരുമ്പോൾ അതിനെ ന എന്നാണ് ഉച്ചരിക്കുക. അപ്പം നമ്മൾ നാരായണ ഗുരുദേവൻ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പം തുടക്കത്തിലാവുമ്പോൾ ന എന്നാണ് അത് ഉച്ചരിക്കുക. അത് ഒരു പദത്തിൻ്റെ മധ്യത്തിലോ അവസാനത്തിലോ വരുമ്പോൾ ന എന്നാവും. അപ്പം സഹനാവവതു എന്ന് പറഞ്ഞപ്പോൾ അതിലെ ആദ്യത്തെ പദം എന്തായി? സഹനൗ എന്നായി. അങ്ങനെയല്ല, ആ ന എന്നുള്ളത് ഒരു പദത്തിൻ്റെ തുടക്കമാണ്. നൗ എന്നാണ്. അത് അസ്മത് ശബ്ദത്തിൽ വരുന്നതാണ്. നമ്മെ രണ്ടുപേരെയും എന്ന അർത്ഥത്തിലുള്ള ആവാം എന്നുള്ളതിന് പകരമുള്ള ഒരു രൂപമാണ് സഹനൗ എന്നുള്ളത്. അപ്പൊ സഹനൗ എന്ന് പറയുമ്പോൾ അത് എന്താണ്? സഹന എന്നൊരു പദത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. മറിച്ച് സഹ നൗ അവതു, നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ, ഈശ്വരൻ കാക്കട്ടെ, ആ പരബ്രഹ്മം നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ അതുപോലെ ഇവിടെ ഇച്ഛാവിച്ഛിത്തയെ നോ, നോ എന്ന് പറഞ്ഞാൽ അസ്മാകം, നമ്മുടെ എന്നാണ് അർത്ഥം. അപ്പൊ അസ്മാകം ഇച്ഛാവിച്ഛിത്തയെ വിഭവതു, വിശേഷേണ ഭവിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് വിഭവതു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക്, നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾക്ക്, രണ്ടും ഒരേപോലെ ഷഷ്ടി വിഭക്തിയുടെ അർത്ഥമാണ്. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ. ഇങ്ങനെ ഈ ഇംഗ്ലീഷ് വ്യാകരണവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് സംസ്കൃതം വ്യാകരണവും. അപ്പോൾ അവിടെ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ, നിങ്ങളെല്ലാവരും തന്നെ നല്ല അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യം നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈ ജനറ്റീവ് കേസ്, ഇപ്പം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ടെമ്പസ്റ്റ് ആണ്, അതിനെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ മിറാൻഡ പറയുന്നത് എന്താണ്? ഡോട്ടർ ടു പ്രോസ്പെറോ, ഡോട്ടർ ടു പ്രോസ്പെറോ. നമ്മളിന്ന് എന്താ പറയുക? ഡോട്ടർ ഓഫ് പ്രോസ്പെറോ. അപ്പം രണ്ടും പക്ഷെ ഒന്നാ അർത്ഥം. പ്രോസ്പെറോയ്ക്ക് മകൾ, പ്രോസ്പെറോയുടെ മകൾ എന്നാണ്. അപ്പൊ അവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ നഹ. നഹ എന്നുള്ളതിന് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ. ഇച്ഛാ വിച്ഛിത്തയെ പ്രഭവതു, ഇച്ഛാ അവിച്ഛിത്തയെ പ്രഭവതു. ഇച്ഛകളുടെ അവിച്ഛിത്തിക്കായിക്കോട്ടെ. അവിച്ഛിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ഛേദം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇച്ഛാ അവിച്ഛിത്തയെ, ഇച്ഛകളുടെ വിച്ഛേദമില്ലായ്മയ്ക്ക്, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ മുറിപ്പെട്ടു പോകാതെ അവയ്ക്ക് വിച്ഛേദം വരാതിരിക്കുന്നതിനു വേണ്ടി എന്നർത്ഥം. ഇച്ഛകൾക്ക് വിച്ഛേദം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി വിശേഷേണ ഭവതു, സവിശേഷമായ കാരണമായി തീരട്ടെ. ഇച്ഛ അവിച്ഛിത്തയെ ബിഭവതു. ആരാണ് നമ്മുടെ ഇച്ഛകൾക്ക് അവിച്ഛിത്തിക്കായിക്കൊണ്ട് വിച്ഛേദം വരാതിരിക്കാനായി സവിശേഷമായ കാരണമായി തീരേണ്ടത് എന്നാണ് പറയുന്നത് ഇതിൽ. ആരാണത്? ഗോകർണേശ, ഗോകർണേശൻ, ഗോകർണത്തിന് അധിപനായിരിക്കുന്ന സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് അപ്രകാരം
ഇരിക്കേണ്ടത്. ശ്രീ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ആ ദേവനെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഇന്ന്. നമുക്കറിയാം പരമേശ്വരൻ്റെ നാനാരൂപങ്ങളെ പറയുമ്പോൾ അതിൽ നമ്മൾ ഒരു രൂപം അദ്ദേഹം ദിഗംബരനാണ്, ആ ദേവൻ ദിഗംബരനാണ് എന്നാണ്. ഞാൻ അദ്ദേഹം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും അദ്ദേഹം എന്ന് പറയുമ്പോൾ അതിലൊരു ദൈവികത്വം കൽപ്പിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. അദ്ദേവൻ എന്ന് വേണ്ടേ എന്ന്. അപ്പൊ ദേഹം എന്ന് പറയുമ്പോൾ ദേവന് എന്തില്ല, ദേഹമൊന്നും ഉള്ളതല്ല ശ്രീ പരമേശ്വരൻ. ദൈവികമായ ശക്തിയാണ്. നമുക്ക് വേണ്ടി ഒരു മൂർത്തി എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മൂർത്തിയിൽ, മൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരമാണല്ലോ, അപ്പോ ആ അർത്ഥത്തിലാണ് അങ്ങനെ ആ ദേഹമാണ് ശരിക്ക് അദ്ദേഹം എന്നാകുന്നത്. അപ്പോ ആ മൂർത്തി എങ്ങനെയുള്ളതാണ്? അത് ദിഗംബര മൂർത്തിയാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം, ഒരു യൂട്യൂബിൽ, ഞാൻ സാധാരണ യൂട്യൂബ് അങ്ങനെ നോക്കുന്ന ആളല്ല, പക്ഷേ ഒരിക്കൽ എങ്ങനെയോ യാദൃച്ഛികമായിട്ട് അത് കാണാൻ ഇടയായി. ശ്രീ പരമേശ്വരനെ കുറിച്ച് വളരെ മോശമായി ഒരാൾ അതിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ദിഗംബരൻ എന്നതിന് നഗ്നൻ എന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രനായി നിന്നുകൊണ്ട് എന്തൊക്കെയോ ചേഷ്ടകൾ കാട്ടി എന്ന് പറയാണ്. ഞാൻ അപ്പം തന്നെ അത് ഓഫ് ചെയ്തു. കാരണം അത് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ചീത്തയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ദിഗംബരത്വം എന്ന് പറയുന്നത് നഗ്നതയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ നഗ്നത എന്ന് പറയാറുണ്ട്. കുമാരസംഭവം മഹാകാവ്യത്തിൽ തന്നെ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ അതിന് സമാധാനവും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിന്ദന്തി മന്ദാശ്ചരിതം മഹാത്മനാം, മന്ദമതികളായ ആളുകൾ, മന്ദാഹ മഹാത്മനാം ചരിതം നിന്ദന്തി, അവരുടെ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് മന്ദമതികളായ ആളുകൾ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ദിഗംബരത്വം എന്ന് പറയുന്നത് എന്താണ്? ദിക്കാകുന്ന വസ്ത്രത്തോട് അമ്പരത്തോട് കൂടിയവനാണ് ദിഗംബരൻ. ഒരു നമ്മൾ ഒരു 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 ചെറിയൊരു ലോജിക്ക് നമ്മൾ ആലോചിച്ചാൽ മതി. അത് അവിടെ എല്ലാവരും വസ്ത്രത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഈ വസ്ത്രം എവിടെയാണ്? വസ്ത്രം എങ്ങനെയാണ് കിടക്കുന്നത്? നമ്മുടെ ഒക്കെ ശരീരത്തോട് ചേർന്നാണ് വസ്ത്രം കിടക്കുന്നത്. അല്ലാതെ വസ്ത്രം മറ്റൊരിടത്തും ശരീരം വേറൊരിടത്തും അല്ല. അപ്പൊ ദിക്ക് ആകുന്ന അമ്പരത്തോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ദിക്കാണ് അമ്പരം. അതായത് ദിക്കുകളോളം വ്യാപിച്ച ശരീരമാണ് ഭഗവാന്റേത്. അമ്പരം ശരീരത്തോട് ചേർന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ ദിഗന്ധങ്ങളോളം വ്യാപിച്ച ശരീരമാണ്, ദിക്കാണ് വസ്ത്രം. അതാണ്, അല്ലാതെ നഗ്നനല്ല. നഗ്നൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്ന. ഗ്ന എന്ന വാക്കിന് എന്താണ് അർത്ഥം? സ്ത്രീ എന്നാണ് ഗ്ന. അതിൽ നിന്നാണ് നമ്മുടെ ഗൈനക്കോളജിയും ഗൈനി എന്നുള്ള പദമൊക്കെ ഇല്ലേ, തേനീച്ച വളർത്തുന്നവർക്ക് അറിയാം, ഗൈനി എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഏതാണ്? അതിൽ സ്ത്രീ ആയിട്ടുള്ള ഈച്ചയാണ് ഗൈനി എന്ന് പറയുന്നത്. നമ്മുടെ ആശുപത്രികളിലൊക്കെ പോയ ഗൈനക്കോളജിസ്റ്റിനെ നമ്മൾ ഗൈനി എന്ന് പറയാറുണ്ട്. ഗ്ന എന്ന പദത്തിന് അർത്ഥം സ്ത്രീ എന്നാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയായിട്ട് വളരെ ബന്ധം സംസ്കൃതത്തിലെ വ്യാകരണത്തിനുമുണ്ട്. അതുപോലെ തന്നെ പല പദങ്ങളും അതേപോലെ ഒരേ റൂട്ടിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഗോ എന്ന് പറയാറുണ്ട്. ഗോ എന്നുള്ളതിന് പോവുക എന്നാണ് അർത്ഥം. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് സംസ്കൃതത്തിലെ ഗോ പദവും വന്നിട്ടുള്ളത്. ഗമനാർത്ഥകമായിട്ടുള്ള ധാതുവാണ് ഗമ് എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ പദം വരുന്നത്. അതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ധാരാളം പദങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഉദരഹ എന്ന് പറയാറുണ്ട്. ഉദരം. ഉദരം എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്ക്? അത് ഇംഗ്ലീഷിൽ എഴുതി നോക്കുക, UTERAS. അതെങ്ങനെ വായിക്കാം? ഉദരസ് എന്നും വായിക്കാം. ഈ എസ് ആണ് വിസർഗമായിട്ട് വരുന്നത്, സായാണ് വിസർഗമായിട്ട് വരുന്നത്. അപ്പോൾ യൂട്ടറസ് എന്ന് എഴുതിയാൽ എന്താണ്? സംസ്കൃതത്തിൽ എഴുതുന്ന ഉദരഹ എന്ന് തന്നെയാണ്. ഉദരം എന്ന് പറയുന്നത് അത് നമ്മുടെ ബെല്ലി അല്ല, പിന്നെ എന്താണ്?
നമ്മൾ ശിശുവിനെ, ഗർഭസ്ഥ ശിശു എവിടെയാണ്? ഉദരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യൂട്ടറസ് എന്ന് പറയുന്ന അതേ പദം തന്നെയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്കൊരു ശ്ലോകം വ്യാഖ്യാനിച്ച് തീർക്കാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ എന്താണ്, ഓരോ പദങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കുന്നിടത്താണ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കൃതികളുടെ ആ അഴക് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഓരോ പദത്തെയും ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, സമീപത്ത് എന്നാണ് അർത്ഥം. ഉപ ഈക്ഷിക്കുക, അടുത്തു നോക്കുക എന്നാണ് അർത്ഥം, അല്ലാതെ പരിത്യജിക്കുക എന്നല്ല. അപ്പോൾ ഓരോ പദവും ഉപേക്ഷിക്കുമ്പോൾ എന്താണ്? അത് പ്രദാനം ചെയ്യുന്ന ഒരു ആശയ പ്രപഞ്ചമുണ്ട് എന്നാണ് പറയേണ്ടത്. ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥിക്കപ്പെടുന്നതാണ്. അർത്ഥം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ നമ്മൾ പറയും ധനശേഖരണാർത്ഥം. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ട് അർത്ഥം. പക്ഷേ ഈ പദങ്ങൾ ഒക്കെ ചെറിയ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു അർത്ഥമല്ല. അതിനെ ഉപേക്ഷിക്കണമെന്ന് യാസ്കനാണ് പറഞ്ഞത്. യാസ്കൻ ആരാണ്? നിരുക്തം എഴുതിയ ആള്. വേദത്തിലെ ഓരോ പദവും എടുത്ത് അതിൻ്റെ നിരുക്തം, ഉക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതെന്നർത്ഥം. നിരുക്തം എന്ന് പറഞ്ഞാലോ നിർവചിക്കപ്പെട്ടത് എന്നാണ് നിരുക്തം. അപ്പോൾ ഓരോ പദത്തെയും നിർവചിക്കുന്ന യാസ്കൻ അതിൻ്റെ തുടക്കത്തിൽ പറയാണ്, എന്തിനാണ് താൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്നാണ് യാസ്കൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പദങ്ങൾ ഉച്ചാവചേഷു അർത്ഥേഷു നിപതന്തി എന്നാണ്. ഉച്ചം ഉയർന്നത്, സൂര്യൻ ഉച്ചയാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന പൊസിഷൻ സൂര്യൻ വരുന്നതാണ് ഉച്ച എന്ന് നമ്മൾ പറയുന്നത്. ഉച്ചം ഉയർന്നത് എന്നർത്ഥം. അവചം അതിൻ്റെ നേരെ വിപരീതമാണ് അവചം, താഴുന്നത് എന്നർത്ഥം. ഉയർന്നതും താഴ്ന്നതുമായ അർത്ഥങ്ങളിൽ പദങ്ങൾ വീണു പോകുന്നു. തസ്മാത് തത് ഉപേക്ഷ്യം, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ നിരുക്തം എഴുതിയത് എന്ന് നമുക്ക് തോന്നും. അപ്പൊ അവിടെയാണ് ഉപേക്ഷ എന്ന് പറയുമ്പോൾ അടുത്ത് നോക്കേണ്ടതാണ്. ഇതിൻ്റെ റൂട്ട് എന്താണ്, അതിൻ്റെ പ്രിഫിക്സ് എന്താണ്, അതിൻ്റെ ഇൻഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, ഇതെല്ലാം കൂടിയിട്ട് പ്രദാനം ചെയ്യുന്ന, ഉണ്ടാക്കുന്ന ഒരു ആശയ പ്രപഞ്ചമാണ് നമ്മൾ അർത്ഥങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പലപ്പോഴും എന്തായി പോകുന്നത്? നമ്മൾ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം അവിടെയാണ് വരുന്നത്. അപ്പൊ ഗ്ന എന്ന് പറഞ്ഞ അർത്ഥം സ്ത്രീ എന്നാണ്. നമ്മുടെ സംസ്കാരം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു പദം പറയുമ്പോൾ വേദത്തിൽ ഈ പദം പ്രയോജിപ്പിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പറയാറുണ്ട് പല വികസിത രാഷ്ട്രങ്ങളിലും പണ്ട് കാലം തൊട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടെന്ന്. പക്ഷേ അതിനേക്കാൾ മുമ്പാണ് ഋഗ്വേദം പറയുന്നത്. പുരൂരവസിനോട് ഉർവശി പറയുന്നു, പുരൂരവസേ സമസ്മിൻ ജായമാന ആസത ഗനാഹ. പുരൂരവസേ, നീ ചക്രവർത്തിയായത് വെറുതെയല്ല, നിന്റെ മാത്രം ഇംഗിതം കൊണ്ടല്ല. ഗനാഹ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം അനുസരിച്ചാണ് നീ ചക്രവർത്തിയായിരിക്കുന്നത്. വേദത്തിന്റെ കാലത്ത് ചക്രവർത്തി ആകുന്നത് പുരുഷന്മാർ മാത്രം നിയോഗിക്കുന്നതല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചിട്ട്. അപ്പൊ ഗ്ന എന്ന് പറഞ്ഞ സ്ത്രീ എന്നർത്ഥം. അപ്പൊ നഗ്നഹ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ടെന്നുള്ള വിചാരമില്ലാതെ നടക്കുന്നവൻ എന്നാണ് ശരിക്ക് നഗ്നഹ എന്ന വാക്കിന് അർത്ഥം. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നല്ല സുവസനരായിട്ട് നടക്കുന്നത്, നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത്? എന്തുകൊണ്ടാണ്? സ്ത്രീകൾ ഉൾപ്പെടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ്. അവരുടെ മുമ്പിൽ എങ്ങനെയാണ്? അവർക്ക് ഒരു ഉതപ്പിന് ഇട കൊടുക്കാതെ അവരുടെ മുമ്പിൽ നമ്മളെപ്പോഴും എങ്ങനെയാണ്? നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരായിട്ട് സുവസനർ ആയിട്ടാണ് അവരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നഗ്നഹ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉണ്ടെന്ന വിചാരമില്ലാതെ നടക്കുന്നവൻ. അങ്ങനെയാണ് അതെന്തിലേക്ക് വരുന്നത്? നമ്മൾ പറയുന്നതായ വിവസ്ത്രതയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ശിവനെയാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. ഗോകർണേശൻ ശിവനാണ് എന്നുള്ളത് കൊണ്ട് ആ ദേവനെക്കുറിച്ച് ഉള്ള വളരെ വലിയ ഒരു തെറ്റിദ്ധാരണ നീക്കുന്നത് ആവശ്യമായത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇദ്ദേഹം ശുദ്ധ സ്ഫടിക സങ്കാശമായിട്ട് ശുദ്ധമായ സ്ഫടികം പോലെയുള്ള ശരീരത്തോടുകൂടി ദിഗന്ധങ്ങളോളം വ്യാപിച്ചു നിൽക്കുന്ന ദേവനാണ്. അങ്ങനെയാണ് ദിക്ക് അദ്ദേഹത്തിന് വസ്ത്രമായത്. ശുദ്ധ സ്ഫടിക സങ്കാശം, ശ്രീ രുദ്രന്യാസം, രുദ്രപ്രശ്നം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ഒരു സ്തോത്രമുണ്ട്, ശ്രീ രുദ്രപ്രശ്നമാണ്. അതിലാണ് ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശുദ്ധമായ സ്ഫടികം പോലെ ആയതുകൊണ്ട് എന്താണ്, എല്ലായിടത്തും വ്യാപിച്ചു നിന്നാലും നമുക്കത് കാണാൻ കഴിയില്ല. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് നല്ല ശുദ്ധമായ ഗ്ലാസ് ഇട്ടിട്ടുള്ള സ്ഥലം, അവിടെ അവിടെ എന്തെങ്കിലും ഒരു ടേപ്പ് ആകുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കാണില്ല ആളുകൾക്ക്, ആളുകൾ വന്ന് അതിൽ തട്ടും, തട്ടാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതുപോലെയാണ് ആ ശരീരം ദിഗന്ധങ്ങളോളം വ്യാപിച്ചിരിക്കുന്നത്, സർവവ്യാപിയായിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കടക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവൻ എന്താണ്? വിഭവൈക ആശ്രയ ആകാരരൂപ. വിഭവൈക ആശ്രയ ആകാരരൂപ. വിഭവങ്ങൾക്ക് ഏക ആശ്രയമായിരിക്കുന്ന ആകാരത്തിൻ്റെ രൂപത്തിലുള്ളവൻ. സമസ്ത വിഭവങ്ങൾക്കും ഏക ആശ്രയമായിരിക്കുന്ന, എല്ലാ വിഭവങ്ങളും ആശ്രയിക്കുന്ന, ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ അങ്ങനെയുള്ള ആകാര രൂപത്തിലായിട്ടുള്ളവൻ. ആകാരം, ആകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ദിരം എന്നർത്ഥമാണ്. അപ്പൊ വിഭവ ആകാരം എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ മന്ദിരം, അതായത് ട്രഷർ ഹൗസ് എന്ന് അർത്ഥമാണ്. അപ്പോൾ എല്ലാ വിഭവങ്ങൾക്കും ഒരേ ഒരു എന്താണ്? ആകാരമായിരിക്കുന്ന, ഒരേ ഒരു പ്രഭവസ്ഥാനമായിരിക്കുന്ന രൂപത്തോട് കൂടിയവൻ. അപ്പോൾ ഈ വിശ്വത്തിലുള്ള സമസ്ത വിഭവങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ, വിളനിലമായിരിക്കുന്നവൻ ആയ ഗോകർണേശൻ നഹ അസ്മാകം, നമുക്ക് ഇച്ഛാ അവിച്ഛിത്തയെ വിഭവതു, നമ്മളുടെ ഇച്ഛകൾക്ക് വിച്ഛേദം വരാതിരിക്കുന്നതിന്, വിച്ഛേദം വരാതെ അവ നമുക്ക് പ്രാപ്തമാകുന്നതിന് കാരണമായി തീരട്ടെ എന്നാണ് ഒന്നാമത്തെ പാദത്തിന്റെ അർത്ഥം. ഇച്ഛാവിച്ഛിത്തയേനോ വിഭവതു വിഭവൈക ആശ്രയ ആകാരരൂപ എന്ന് പ്രഥമ പാദം. ഇതില് ഇനിയും പല കാര്യങ്ങളും ഇതിൽ പറയേണ്ടത്. ഒന്ന്, ഇതിൽ ആ കവിയുടെ ശക്തിയാണ്. നമുക്ക് വേറെ ഒരു പദം ദൂരത്ത് നിന്ന് അന്വയിക്കാതെ തന്നെ ഒരു പാദത്തിന്റെ അർത്ഥം പറയത്തക്ക വിധത്തിൽ സന്നിവേശിക്കുന്നത് വളരെ ശക്തിയുള്ള കവികൾക്കേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന് പലതും തുടക്കത്തിൽ നിന്നൊരു പദം എടുത്തു, ഒടുക്കത്തിൽ നിന്നൊരു പദം എടുത്തു, അവിടുന്ന് ഒരു പദം, ഇങ്ങനെയൊക്കെയാണ് ഒരു വാക്യം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇത് നേരെ ഏതാണ്ട് എന്തിനോട് സദൃശമാണ് എന്ന് ചോദിച്ചാൽ വേദമന്ത്രത്തിന് സദൃശം, വേദത്തില് ഋക്കിന് സദൃശം. ഋക്ക്, യജുസ്, സാമം, അഥർവം. അപ്പൊ ഋക്കും യജുസും സാമവും അഥർവവും ശരിക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മുടെ നിരുക്തകാരൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എല്ലാം യജുസ്സുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാം യജുസ്സുകളാണ് വേദമന്ത്രങ്ങളൊക്കെ. അതിന് പറയുന്നത് അതൊരു വലിയ ഫിലോസോഫിക്കൽ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു യജ്ഞമാണ്. ഈ ജീവിതം തന്നെ, ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവിയുടെയും ജീവിതം ഓരോ യജ്ഞങ്ങളാണ്, യജ്ഞമനുഷ്ഠിക്കുകയാണ് എല്ലാവരും. അഥവാ ഈ പ്രപഞ്ചം തന്നെ ഒരു യജ്ഞം ആണ്. അതെന്താണ്? അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു രഥമാണ്. അത് പോട്ടെ. അങ്ങനെ വരുമ്പോൾ, കാരണം നമുക്ക് എപ്പോഴും നിർത്തണ്ടേ, 7 മണിക്കെങ്കിലും നിർത്തണ്ടേ, തന്നെയല്ല സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവും വേണം. അപ്പോൾ ഒരു ശ്ലോകമെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കണം. പക്ഷേ ഒരു ശ്ലോകം വ്യാഖ്യാനിക്കണമെങ്കിൽ എന്ത് പോരാ, 1 മണിക്കൂർ പോരാ. 1 മണിക്കൂറല്ല, ശരിയായിട്ട് അർത്ഥം തരാം. അപ്പൊ അവിടെ പറയാണ് അർത്ഥനിയമിത പാദാഹ ഋചഹ,
ഋക്കുകൾ എന്ന് പറയുന്നത് അർത്ഥനിയമിത പാദങ്ങളാണ്. യജ്ഞം എന്താണ്? വേദം മുഴുവൻ യജുസ്സാണ്. കാരണം ഇതുകൊണ്ട് നമ്മൾ യജനം ചെയ്യുകയാണ്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ദേവന്മാരെ അർച്ചിക്കുകയാണ്, ഈശ്വരാർച്ചന ചെയ്യുകയാണ്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ സൃഷ്ടിച്ച ആ ദൈവിക ശക്തിക്കായി നാം ഒരു യജ്ഞം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുഴുവൻ അതിനുള്ള യജ്ഞത്തിനുള്ളതാണ് ഈ മന്ത്രങ്ങളെല്ലാം. അതുകൊണ്ട് ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം യജുസ്സുകളാണ്. നോക്കൂ, ഏതൊരു ദർശന തലത്തിൽ നിൽക്കുന്നു എന്ന് പറയുക. സൂര്യൻ പറയുന്നത് പോലെ സ്ത്രീയ സതീസ്ത ഉമേ പുംസ ആഹുഹു പശ്യദക്ഷണ്വാൻ ന വിജയതദന്തഃ കവിർയ പുത്ര സയീം ആചികേത യസ്താ വിജാനാത് സപിദുഷ്പിത സത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ രശ്മികൾ എന്താണ്? അവയ്ക്കുള്ളിൽ ജലമുണ്ട്. അതിനാൽ ജലത്തെ ഗർഭത്തിൽ ധരിക്കുന്ന എൻ്റെ രശ്മികൾ സ്ത്രീകളാകുന്നു. സൂര്യൻ പറയുന്നതാണ്. അതായത് സൂര്യൻ പറയുന്നതായിട്ട് ആ മന്ത്രം ദർശിച്ചിട്ടുള്ളത് ദീർഘതമസ്സാണ്. ദീർഘതമസ് പറയാണ് സൂര്യൻ പറയുന്നതായിട്ട്. അവ അവ പുരുഷന്മാരുമാകുന്നു. അവ ജലത്തെ വമിപ്പിക്കുവാൻ കഴിവുള്ളവയാണ്. അതിനാൽ വമിപ്പിക്കുക എന്നുള്ള കർമ്മം ചെയ്യുന്ന അവ, സ്പ്രിംഗ്ലിംഗ് ചെയ്യുന്ന അവ പുരുഷന്മാരുമാകുന്നു. ലോകത്തിന്റെ സ്ഥിതിയെ പറയാണ്. ഓരോ പുരുഷനിലും സ്ത്രൈണമുണ്ട്, ഓരോ സ്ത്രീയിലും പൗരുഷവും ഉണ്ട്. കണ്ണുള്ളവനെ ഇത് കാണാൻ കഴിയൂ. ന വിജയത അന്ധഃ, അന്ധനിത് അറിയുന്നില്ല എന്നാണ്. അത് അറിയുന്ന പുത്രൻ എന്താണ്? പിതാവിനും പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദം ഇതിനെ ഇങ്ങനെ എന്താണ്? അർത്ഥനിയമിത പാദങ്ങൾ ആയതുകൊണ്ടാണ് അതിനെ ഋക്കുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു ഒറ്റപ്പാദത്തിന് അർത്ഥം മറ്റെങ്ങും പോകാതെ തന്നെ പറയാൻ കഴിയുമ്പോൾ ആ കവി എത്ര ശക്തിയുള്ളവനാണ് എന്നും കൂടെ ഒരു അദ്ഭുത പാരതന്ത്ര്യം വന്നു പോകുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞെന്നേയുള്ളൂ. അപ്പോ ഈ ദേവൻ ആരാണ്? ഗോകർണേശഃ അന്വഹം. ഏത് ദേവനാണ്? വിഭവൈക ആകാര രൂപഃ, വിഭവൈക ആശ്രയാകാര രൂപഃ ഗോകർണേശഃ. ഗോകർണത്തിൽ തൻ്റെ സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നവനായ ആ ദേവൻ. ആ ദേവന്റെ സാമാന്യ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. അപ്പൊ ഇവിടെ ഗോകർണേശൻ എന്ന് പറയുന്നത് ആ ഗോകർണേശൻ എന്നുള്ളതായ ആ സവിശേഷമായ രൂപത്തിൽ അവിടെ വർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഗോകർണേശൻ അന്വഹം. അന്വഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിദിനം. അഹൻ, അഹൻ പ്രതി. അഹൻ എന്ന് പറഞ്ഞാൽ പകല് എന്നാണ് അർത്ഥം. അഹോരാത്രം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പകലും രാത്രിയും പണിയെടുക്കുന്ന എന്നർത്ഥത്തിൽ അഹോരാത്രം. അപ്പൊ അങ്ങനെ നഹ ത്രുടിത ഹൃദഗതീകർത്തുകാമഹ അവതീർണഃ. എന്താണ് അവിടെ? ഏത് സവിശേഷമായ രൂപത്തിൽ ആണ് ഈ ദേവൻ അവിടെ കുടികൊള്ളുന്നത്? ഓരോ സ്ഥലത്തും ഓരോ സവിശേഷ രൂപത്തിലാണ് ദേവൻ കുടികൊള്ളുന്നത്. ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുമ്പോഴല്ല ജപിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ ആ ചതുർബാഹു രൂപം ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച അർജുനൻ. അപ്പൊ ആ ചതുർബാഹു രൂപം, അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഗോകർണത്തിൽ ഏതു രൂപത്തിലാണ്? നഹ നസ്ത്രുടിത ഹൃദഗതീകർത്തുകാമഹ അവതീർണഃ. നഹ, നഹ എന്നുള്ളത് അസ്മാകം എന്നുള്ളത് നമ്മുടെ. നഹ ത്രുടിത ഹൃദ്, ത്രുടിതം പൊട്ടിയത്, പൊട്ടിയ ഹൃത്തിനെ, ഹൃത്തുകളെ, ഹൃദയങ്ങളെ അഗതീകർത്തും. അഗത്, അഗത എന്നാണ് തായല്ല. അഗതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗതിയില്ലാത്ത എന്നർത്ഥം. അഗതീകർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതങ്ങളില്ലാത്തത്. ഗതഹ എന്നുള്ളതിന് രോഗം എന്നർത്ഥം. നമ്മുടെ പൊട്ടിയ ഹൃദയങ്ങളെ
അഗതമാക്കി തീർക്കുന്നതിന്, അഗതീകരിക്കുക. അഗതം അല്ലാത്തതിനെ അഗതമാക്കുന്നതാണ് അഗതീകരിക്കൽ. നമ്മൾ പറയാറുണ്ടല്ലോ, ശക്തമല്ലാത്തതിനെ ശക്തമാക്കി തീർക്കുക, ശക്തീകരിക്കുക. എപ്പോഴും തെറ്റിച്ച് മാത്രം പറയുന്ന ഒരു പദമാണ് അത്. ശക്തനല്ലാത്തവനെ അല്ലെങ്കിൽ ശക്തയല്ലാത്തവളെ ശക്തയാക്കി തീർക്കൽ ശക്തീകരിക്കലാണ്, ശാക്തീകരിക്കലല്ല. ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ശാക്തരല്ലാത്തവരെ, ശാക്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തി ആരാധകര്, ശക്തി കൾട്ടൊക്കെ ഉള്ളവരെ. അപ്പോ ശാക്തരല്ലാത്തവരെ ശാക്തരാക്കലാണ് ശാക്തീകരിക്കൽ. ശക്തരല്ലാത്തവരെ ശക്തരാക്കുന്നത് ശക്തീകരണമാണ്. സ്പഷ്ടമല്ലാത്തതിനെ സ്പഷ്ടമാക്കുമ്പോൾ സ്പഷ്ടീകരിക്കുക എന്ന് പറയുന്ന പോലെ. നമ്മുടേതല്ലാത്തത് സ്വം നമ്മുടേതല്ലാത്തതിനെ നമ്മുടേതാക്കി തീർക്കുന്നത് സ്വീകരിക്കൽ, സ്വം ആക്കി തീർക്കൽ, നമ്മുടേതാക്കുക. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതുപോലെയുള്ള പദമാണ് ഇത്. അതിനെ അഗതമാക്കി തീർക്കുക. നമ്മുടെ പൊട്ടിയ ഹൃത്തുകളെ രോഗമില്ലാത്തതാക്കി, അതായത് സുഖപ്പെടുത്തുന്നതിനുള്ള കാമത്തോടു കൂടിയവനായി, ആഗ്രഹത്തോടു കൂടിയവനായി അവതരിച്ചവൻ എന്നർത്ഥം. അപ്പോൾ ആ അവതാരം, ആ ഇൻകാർണേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ത്രുടിതമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നതിനുള്ള സവിശേഷമായ ആഗ്രഹത്തോടു കൂടി അവിടെ കുടികൊള്ളുന്ന ആ ദേവൻ, ഗോകർണേശൻ എന്ന് അർത്ഥം. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രൂപമാണ് അല്ലേ? നമ്മൾ ക്ഷേത്രങ്ങളിൽ തന്നെ ചെല്ലുമ്പോൾ, ശിവക്ഷേത്രങ്ങളിൽ തന്നെ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? പല സ്ഥലത്തും നമ്മൾ പകുതി വരെ പ്രദക്ഷിണം വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നടയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയൊക്കെ നമ്മൾ വലത്തോട്ട് ആണ് പോവുക. അതാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അഭിഷേക ജലം പോകുന്ന ഓവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് ഒന്നും കൂടെ വലത്തോട്ട് തിരിയും, എന്നിട്ട് ഒന്നുകൂടെ വലത്തോട്ട് തിരിയും. എന്താണ് അവിടെ? അഭിഷേക ജലം പോകുന്നത് ശിവൻ ഗംഗാധരനാണ്. ആ അഭിഷേക ജലം എന്താണ്? ഗംഗയാണ്. അതിനെ കവക്കാല് വെച്ച് പോകാനുള്ള പ്രഭാവം നമുക്കില്ലാത്തത് കൊണ്ട് അവിടെ നാം വീണ്ടും തിരിഞ്ഞ് ബലിക്കല്ലിന് പുറത്തുകൂടെ പോയ നമ്മൾ തിരിഞ്ഞ് അകത്തുകൂടെ തിരികെ വന്നിട്ടാണ് നമ്മുടെ ആ വലം വയ്ക്കൽ നമ്മൾ പൂർത്തിയാക്കുന്നത്. കാരണം അവിടെ ഗംഗയാണ് അത്. അതിനെ നമുക്ക് കവച്ചു വെക്കാൻ, കവക്കാല് വെച്ച് പോകാൻ നമുക്ക് കഴിയില്ല. നമ്മൾ തിരിച്ചു വരും. എന്നാൽ ചില ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും വലം വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അപ്പൊ അവിടെയാണ് ഓരോ എപ്പിത്തറ്റ്, ഓരോ വിശേഷം. അവിടെ ശരിക്കും നമ്മൾ എന്താണ്? അവിടെ ഗംഗാധരനല്ലാത്ത ശിവന്റെ പ്രതിഷ്ഠയായിരിക്കും. ആ സങ്കല്പത്തിലാണ് അവിടെ വെക്കുന്നത്. ഉദാഹരണം പറഞ്ഞ് കിരാതമൂർത്തി, അർജുനെ പരീക്ഷിക്കാൻ കിരാതനായിട്ട് വന്ന ശിവൻ. അവിടെ എന്താണ്? അവിടെ ആ രൂപം, അവിടെ ഗംഗയൊക്കെ മാറിയിരിക്കുന്നു. നമ്മുടെ വള്ളത്തോട് വളരെ ചെറുപ്പത്തിൽ അതിനെക്കുറിച്ചൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പൊട്ടാക്കി പാലവട്ട തിരുമിഴി ജടയെ കാറൊളിച്ചാരുകൂന്തൽ കെട്ടാക്കി കേതകിപ്പൂവതിനുടെ വടിവാക്കി പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ മാറി പൃഥയുടെ സുതനായി കാട്ടിലുൾപ്പുക്ക് വൈരപ്പെട്ടൂക്കാൽ ജന്യമിട്ട മഹിത കപട കാട്ടാളനെ കൈത്തൊഴുന്നേൻ. ആ കപട കാട്ടാളന്റെ ശിരസിൽ എന്തില്ല? ഗംഗയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ വരുന്നിടത്ത് അങ്ങനെയുള്ള രൂപത്തിലാണ്. അതാണ് ഒരു മഹാനുഭാവനായ വ്യക്തി, ദിവ്യപ്രഭാവനായ ഒരു വ്യക്തി മനസ്സിൽ കണ്ടിട്ടുള്ള രൂപമാണ് ഓരോ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിക്കുന്നത്. അതിനനുസരിച്ചാണ് അവിടെ. അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം എങ്ങനെ കണ്ടുവോ അതാണ് ആ രൂപം. നമ്മുടെ കവികൾ, കാഴ്ചപ്പാടുള്ള കവികൾ എങ്ങനെ കാണുന്നു അതാണ് ആ രൂപം. ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം, വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്? ചതുർബാഹു രൂപമാണ്. ശംഖചക്രഗദാപത്മധാരിയായ രൂപത്തെയാണ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുഭഗവാനും കൂടി ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണല്ലോ ഗുരുവായു ഊര്. ബൃഹസ്പതിയും വായുഭഗവാനും കൂടി പ്രതിഷ്ഠിച്ചതാണ്. അതുകൊണ്ടാണ് ഗുരുവായു ഊര് ആയത്. ആ പവനപുരത്തിലെ ചതുർബാഹു രൂപത്തെ കാണാൻ ഇപ്പോഴും അവിടെ
ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിൽക്കുകയാണ്. അവരുടെയൊക്കെ ഉള്ളിൽ ഭഗവാൻ ഉണ്ണികൃഷ്ണനാണ് അവിടെയുള്ളത്. എന്തുകൊണ്ടാണ് ഈ ചതുർബാഹു രൂപമായ വിഷ്ണു ഭഗവാൻ എന്ന് മാറി ഉള്ളിൽ ഒരു ദിവ്യ കിശോരവിന്റെ വേഷം ആയിത്തീർന്നത്? രണ്ട് ഉഗ്രപ്രഭാവരായ കവികളാണ് പറഞ്ഞത് ഭഗവാനെ കൃഷ്ണൻ ആരായിട്ട് കണ്ടത്? ഉണ്ണികൃഷ്ണനായിട്ട് കണ്ടത്. ഒന്ന് നമ്മുടെ പൂന്താനം തന്നെ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണനാണ് എന്ന് ആര് പറഞ്ഞു? പൂന്താനം. മക്കളില്ലാത്ത പൂന്താനം എന്താണ്? ഉണ്ണിയായിട്ട് കണ്ടു. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ എന്തായി? അത് ഉണ്ണിയായി, കൃഷ്ണനായി, ഉണ്ണികൃഷ്ണനായി. അപ്പോഴാണ് നമ്മുടെ ഉഗ്രപ്രഭാവനായ കൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവിടെ ഭജനമിരുന്നുകൊണ്ട് അദ്ദേഹം കണ്ടു. എങ്ങനെയുള്ള രൂപമാണ് കണ്ടത്? ഒരു എക്സ്റ്റസിയാണ്. ഭഗവാനെ ധ്യാനിച്ച് 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 ആ രൂപം അങ്ങോട്ട് പ്രത്യക്ഷമാവുകയാണ് ഉള്ളിൽ. അപ്പോഴുണ്ടാകുന്നതായ ആ ആനന്ദ പ്രകർഷമുണ്ടല്ലോ, എക്സ്റ്റസി എന്ന് പറയുന്നത്. ആ എക്സ്റ്റസിയിലാണ് അദ്ദേഹത്തിന് വാതരോഗം മാറിയത്. അത് ശാസ്ത്രദൃഷ്ടിയാൽ തന്നെ വളരെ ശരിയാണ്. കാരണം എന്താണ്? അതുപോലൊരു ആനന്ദാതിരേകം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? ശരീരത്തിന്റെ സിസ്റ്റങ്ങളൊക്കെ നേരെയാകും. രോഗം മാറി എന്ന് പറയുന്നത് അതൊരു കെട്ടുകഥയായിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് ഐതിഹ്യമായിട്ടൊന്നും അതിനെ കാണേണ്ട കാര്യം ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഭഗവത് രൂപം മനസ്സിലങ്ങോട്ട് തെളിഞ്ഞങ്ങോട്ട് വന്നപ്പോ ആ ആനന്ദ പ്രകർഷത്തിലാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം അല്ലേ, താരുണ്യാരംഭരമ്യം അല്ലേ, തദനു തതുതരെ ദിവ്യ കൈശോരവേഷം. കൈശോരവേഷം എന്താണ്? കിശോരന്റെ വേഷമാണ്, ദിവ്യ ശിശുവിന്റെ വേഷമാണ്. ഈ രണ്ട് ഉഗ്രപ്രഭാവരായിട്ടുള്ള കവികളും പറഞ്ഞതോടുകൂടി നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചതുർബാഹു രൂപം ഒക്കെ പോയി എന്തായിരിക്കുന്നു? ദിവ്യ ശിശുവിന്റെ രൂപം ആയിരിക്കുന്നു. ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും. അപ്പൊ അതാണ് അതെന്താണ്? ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ എങ്ങനെയാണ്? അതിനുണ്ടാകുന്ന ഒരു ദർശനമാണ്. ഒരു മഹാനുഭാവനായിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ജീവിതം അവലംബിക്കുന്ന ഒരാൾക്കാണ് തോന്നുക. ഒരു പക്ഷെ ഒരു തോന്നലാണ്. അല്ലെങ്കിൽ ചിലപ്പോ എന്താണ്, ചിലയിടത്തൊക്കെ ഉണ്ട് പുല്ലുവെട്ടാൻ വന്ന സ്ത്രീകൾ കല്ലുമ എന്താണ് ഇത് കൊണ്ടപ്പോ അരിവാള് കൊണ്ടപ്പോ രക്തം വരാൻ തുടങ്ങി. അവിടെ ദൈവിക സാന്നിധ്യമുണ്ട്. അങ്ങനെ കണ്ടത്. ചിലർക്കൊരു ദർശനമാണ്. ആ ദർശനം അവർക്ക് ഏത് രൂപത്തിൽ തോന്നിയോ അതാണ് അതിൻ്റെ രൂപം എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള പ്രതിഷ്ഠകളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതിൽ ഗംഗയുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ആചാരം അവിടെ ഉണ്ടാകും. അല്ലാത്തതാണെങ്കിൽ അല്ലാതെ നമ്മൾ എല്ലായിടത്തും നടക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രൂപങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇവിടെ സവിശേഷമായ സാന്നിധ്യം എങ്ങനെയാണ്? പൊട്ടിയ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സവിശേഷമായ അവതാരമായി അവിടെ ഇരിക്കുന്നു എന്നർത്ഥം. ഗോകർണേശോ അന്വഹം നഹ ത്രുട്ടിതഹൃദ അഗതീകർത്തുകാമോ അവതീർണ ചിത്താദർശേ. ചിത്തമാകുന്ന ആദർശത്തിൽ, ദിവ്യക്ഷേത്ര ആദർശം. ആദർശ മുകുരം, കണ്ണാടി എന്ന് പറയുന്നത്. മനസ്സാകുന്ന ആദർശം. എന്തുകൊണ്ടാണ് ആദർശം എന്ന് പറയുന്നത്? ആ സമന്താത് ദൃശ്യതേ അസ്മിൻ ഇതി ആദർശ. ഇതിൽ പൂർണ്ണമായും കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ആദർശം. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം അതിൽ കാണുന്നു. അപ്പൊ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ആദർശം എന്ന പദം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രിൻസിപ്പിൾ എന്ന പദത്തെ നമ്മൾ ആദർശം എന്ന് പറയുന്നത്? അതിനെ, ആ ആശയത്തെ കൊണ്ടു നടക്കുന്നിടത്ത് ആ വ്യക്തിയുടെ വ്യക്തിത്വം പ്രതിബിംബിച്ച് കാണാം. നമ്മുടെ നമ്മൾ ഒരു കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മൾ ഇരുന്ന കാലത്ത് അവിടെ നമ്മുടെ നാട്ടുകാരായ ചില ആളുകളും ഉയർന്ന ഉദ്യോഗങ്ങളൊക്കെ വഹിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരിക്കൽ സായിപ്പിനെ കാണാൻ പോയി. കളക്ടർ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ നമ്മൾ ചെന്നാൽ പെട്ടെന്നൊന്നും അനുവദിക്കില്ല, സമയമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാത്തിരുന്നിട്ട് കാണും. അപ്പോൾ അവിടെയുള്ള കാവൽക്കാരൻ പറഞ്ഞു, വെയിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരാദർശമുണ്ട്. എന്താണ്? സായിപ്പ് പറയുന്നത് കേൾക്കില്ല എന്നുള്ളത്. അവർ നമ്മൾ അടക്കി ഭരിക്കുന്നവരാണ്, അവർ പറയുന്നത് അനുസരിക്കില്ല എന്നുള്ള ഒരു ആദർശം ഇവരുണ്ട്. അപ്പോൾ അത് കൊണ്ടു നടക്കുന്നതിൽ അവരുടെ വ്യക്തിത്വം കാണാം. അപ്പൊ ഈ കാവൽക്കാരൻ പറഞ്ഞു, വെയിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞു. 50 kilograms എന്ന് പറഞ്ഞ് അദ്ദേഹം കയറി അങ്ങ് പോയി.
വെയിറ്റ് പ്ലീസ്, വെയിറ്റ് ചെയ്യാനാണ്, കാത്തിരിക്കാനാണ് പറഞ്ഞത്. ഇദ്ദേഹം എന്ത് ചെയ്തു? 50 കിലോഗ്രാംസ്, അതായത് തൂക്കം, എൻ്റെ തൂക്കം 50 കിലോയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് കയറി അങ്ങ് പോയെന്നുള്ളതാണ്. അപ്പൊ എന്താണ് അവിടെയാണ് അവർ പറയുന്നത് അനുസരിക്കില്ല എന്നാണ്. അതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തെളിഞ്ഞു കാണുന്നു. അതാണ് ഈ ആദർശം എന്ന് നമ്മൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ ആദർശം എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ചിത്താദർശേ, എൻ്റെ മനസ്സാകുന്ന ആദർശത്തിൽ അത് തെളിഞ്ഞു വരട്ടെ. അപ്പൊ മനസ്സ് ആദർശമാണെങ്കിൽ എന്താണ്, കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിൽ ആ രൂപം തെളിയും അല്ലെ? അപ്പൊ എൻ്റെ മനസ്സാകുന്ന ആദർശത്തിൽ, കണ്ണാടിയിൽ, ദർപ്പണത്തിൽ, ഹി അബാഹ്യ അന്തരഭിത് ഭിതം അചല അംബോധി ഗംഭീരം ഏകം. അപ്പൊ അത് എങ്ങനെയുള്ളതാണ്? അത് ബാഹ്യ അന്തരഭേദങ്ങൾ ഇല്ലാതെയാക്കുന്നത്. അതാണ് അബാഹ്യ അന്തരഭിതം, ബാഹ്യ അന്തര ഭേദം ഇല്ലാത്തത്, പുറമേയുള്ളതും അകമേയുള്ളതും എന്നുള്ള ഭേദം ഇല്ലാതെയാക്കുന്നത്. നമ്മളെപ്പോഴും ഈശ്വരനെ പുറമെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അകമേയും ഈശ്വരൻ തന്നെയാണ് എന്നർത്ഥം അല്ലേ? അപ്പോ അങ്ങനെയുള്ള ബാഹ്യമെന്നും പിന്നെ എന്താണ് ആഭ്യന്തരമെന്നും ഉള്ള ഭേദങ്ങൾ ഇല്ലാതെയാക്കി തീർക്കുന്ന ആ രൂപം അതെന്റെ ഹൃത്താകുന്ന ഈ ആദർശത്തിൽ തെളിഞ്ഞു കാണട്ടെ. അചല അംബോധി ഗംഭീരമേകം, അചല അംബോധി ഗംഭീരം ഏകം, ആ ഒരൊറ്റ രൂപം അതെങ്ങനെയുള്ളതാണ്? അചലവും അംബോധിയും പോലെ ഗംഭീരമായിട്ട്. അതിന് തന്നെ രണ്ട് വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ട് ശരിക്ക്. അചലം പർവ്വതം, പർവ്വതം പോലെ ഗംഭീരം, ഹിമാലയം പോലെയൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ളതായ പർവ്വതം, അല്ലെങ്കിൽ നമ്മുടെ സഹ്യൻ അതാണെങ്കിലും അതുപോലെയുള്ള ഗാംഭീര്യമായാലും മതി അല്ലേ? പൊൽക്കിരീടം ധരിക്കുന്ന ചക്രവർത്തിക്ക് തുല്യമായി നിൽക്കുന്നു ചക്രവാളത്തിൽ പൊക്കമേറുന്ന പർവ്വതം എന്ന് പറഞ്ഞ പോലെയാ പർവ്വതം. പർവ്വതം പോലെ അംബോധി എന്താണ്? അംബോധി സമുദ്രം, പർവ്വതം പോലെ ഗംഭീരമായത് അഥവാ സമുദ്രം പോലെ ഗംഭീരമായത് അഥവാ അചലാംബോധി പോലെ ഗംഭീരമായത്. എന്താണ് ഈ അചലാംബോധി ഗംഭീരം എന്ന് പറഞ്ഞാൽ? അചലമായ ചാഞ്ചല്യമില്ലാതെ ചലിക്കാതെ നിൽക്കുന്ന സമുദ്രം പോലെ ഗാംഭീര്യമാണ്. സമുദ്രത്തിൽ എപ്പോഴും സമുദ്രത്തിലെ തിരകൾ അടങ്ങില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ സമുദ്രം ഒരു തിര പോലുമില്ലാതെ അചഞ്ചലമായിട്ടൊന്ന് നിന്നു നോക്കട്ടെ, അപ്പോൾ അറിയാം അതിൻ്റെ ഗാംഭീര്യം. നിവാത നിഷ്കമ്പൈവ പ്രദീപ. പണ്ട് നമ്മുടെ കാമദേവൻ ശിവനെ ഒന്ന് തപസ്സടക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ അവിടെ ധ്യാന നിമഗ്നായിരിക്കുന്ന ശിവനെ നിവാത നിഷ്കമ്പമിവ പ്രദീപ, നിവാതമായിട്ടുള്ള ഒട്ടും തന്നെ കാറ്റില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന, അചഞ്ചലമായി നിൽക്കുന്ന ദീപശിഖ പോലെ കണ്ടു. ഏകാഗ്രതയുടെ പ്രതീകം. നമ്മൾ കൈ കൂപ്പുന്നത് എന്തുകൊണ്ടാണ്? ഏകാഗ്രമാക്കുകയാണ്. നമ്മളെപ്പോഴും വ്യഗ്രന്മാരാണ്. അഗ്രേ മുന്നിൽ, മുന്നിൽ പല ലക്ഷ്യങ്ങളുള്ളവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ വ്യഗ്രന്മാരെന്ന് പറയുന്നത്. നാനാ പ്രവൃത്തികൾ ചെയ്യേണ്ടതുകൊണ്ട് വ്യഗ്രചിത്തന്മാരായിട്ട് നമ്മൾ നടക്കുന്നത്. അഗ്രം, അതാണ് വിവിധമായ അഗ്രത്തോട് കൂടിയത്. അതിനെ ഏക അഗ്രമാക്കുക, മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം ഉള്ളതാക്കി തീർക്കുക. അതാണ് ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത്. സമ്യക് ആധാനം ചെയ്യുക, ഒരു കേന്ദ്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. സമാധാനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പീസ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ആധാനം ചെയ്യാണ്, ഒന്നിലേക്ക് ആധാനം ചെയ്യുക. നമ്മൾ എപ്പോഴും സമാധാനം എന്ന പദം പീസ് എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നു അല്ല. ശരിക്കും സംസ്കൃതത്തിൽ പറയുന്ന, നമ്മൾ പറയുന്ന സംസ്കൃതത്തിൽ പറയുന്ന പദങ്ങൾക്ക് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള ശരിയായ അർത്ഥത്തിലല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ തർജ്ജമകൾ വായിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സംസ്കൃതത്തിൽ അഥവാ നമ്മുടെ മലയാള ഭാഷയിൽ ആയാൽ പോലും അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥതലത്തെ മുഴുവനായിട്ടും കാട്ടിത്തരാൻ അവർക്ക് കഴിയുകയില്ല. എല്ലായിടത്തും അങ്ങനെ ഒരു കുഴപ്പം
അതിനുണ്ട്. അപ്പോൾ അചഞ്ചലമായി നിൽക്കുന്ന, ഒരു സ്പന്ദനവുമില്ലാതെ നിൽക്കുന്ന സമുദ്രം എത്രയേറെ ഗംഭീരമായിരിക്കും. അതുപോലെയുള്ള ഗാംഭീര്യം. എനിക്കിത് പറഞ്ഞ് നിർത്തേണ്ട നേരായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ചിത്താദർശേഹി അബാഹ്യാന്തരഭിതം അചല അംബോധി ഗംഭീരമേകം. നിശ്ചലമായി നിൽക്കുന്ന സമുദ്രം എത്രയേറെ ഗംഭീരമാണോ അതുപോലെ ഗംഭീരമായിരിക്കുന്നു. അല്ലെങ്കിൽ അത്യുന്നതമായ അചലം പോലെയും പർവ്വതം പോലെയും സമുദ്രം പോലെയും ഗാംഭീര്യമാർന്ന ആ ഏക രൂപം, ആ ഏക വിഗ്രഹം, ഭഗവത് സ്വരൂപം ലോകസ്തു ആലോകതേ ദുർമദ ദുർമദന ദഹന സമ്പാദകം യത്. അതിനെ ലോകം കാണുന്നു. ലോകസ്തു ഭുവനേ ജനേ, ജനങ്ങൾ അഥവാ ഈ ലോകം തന്നെ കാണുന്നു. എങ്ങനെയാണ്? ദുഷ്ടമായ മദന ദഹന സമ്പാദകം യം. യം യാതൊരു ദേവനെയാണോ? എങ്ങനെയുള്ളതാണ് ദേവൻ? ദുർമദന, ദുഷ്ടമായ മദനവികാരത്തെ ദഹനം ചെയ്യുന്നതിനെ സമ്പാദം, അതിനെ ദഹനം അഗ്നി, ദഹനത്തെ സമ്പാദം പതിപ്പിക്കുക, അതിനെ സമ്പാദകം സമ്പാദിക്കുന്ന ആ രൂപം. എങ്ങനെയുള്ള രൂപം? എന്നാണ്? ദുർമദനം. മദനം എന്ന് പറയുന്നത് മദനവികാരം, കാമവികാരം. കാമവികാരം നിന്ദ്യമായ ഒരു വികാരമല്ല. ആ വികാരമുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. അപ്പോ കാമദഹനം എന്ന് പറയുമ്പോൾ കാമവികാരത്തെ ദഹിപ്പിച്ചാൽ പിന്നെ ലോകം നിലനിൽക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും. ആ സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ നമുക്കിവിടെ വരുന്നത്. എന്തിനെയാണ് ഭഗവാൻ, ഏത് കാമവികാരത്തെയാണ് നശിപ്പിച്ചത്? ദുർമദനഹ, വഴിവിട്ട മദനവികാരം, ദുഷിച്ച മദനവികാരം. അതിനെയാണ് അല്ലെ തപസ് ചെയ്യുന്ന ആളിൽ ഇങ്ങനൊരു വികാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ദുർമദനാണ്. ദുഷിച്ച മദനവികാരത്തിന് മുകളിൽ ദഹന സമ്പാദം. ദഹനൻ അഗ്നി, അഗ്നിയെ സമ്പതിപ്പിക്കൽ. ശിവന്റെ എന്താണ്? നിടിലത്തിൽ നിന്ന്. ആ നിടിലെന്ന് പറയുമ്പോൾ അതിനും വ്യാഖ്യാനം ആവശ്യമാണ്. നെറ്റിയിൽ കൊണ്ടുവച്ച കണ്ണ് അല്ലെ? അതിരിക്കട്ടെ, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി പറയാം. ദുഷിച്ചതായ മദനവികാരത്തിന് മുകളിൽ ദഹന സമ്പാദം നടത്തുന്ന, അഗ്നിയെ പതിപ്പിക്കുന്ന ആ ഭാവത്തെ സമ്പാദകം, അതിനെ സമ്പാദിപ്പിക്കുന്ന രൂപം. അങ്ങനെയുള്ള ആ കഴിവിനെ നമുക്ക് സമ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രാപ്തമാക്കുക. ദുഷിച്ച മദനവികാരത്തെ നീക്കിക്കളയുന്നതിന്, അതിനെ ദഹിപ്പിച്ച് കളയുന്നതിനുള്ള പ്രാപ്തി നമുക്ക് കൈവരുത്തുന്നതായ ആ രൂപം, അങ്ങനെയുള്ളതായ ആ ദേവൻ എന്താണ്? നമ്മുടെ ഹൃത്താകുന്ന ആദർശത്തിൽ സ്ഫുരിക്കുമാറാകട്ടെ. അദ്ദേഹം നമ്മുടെ ഇച്ഛകളെ വിച്ഛേദിക്കുവാൻ സഹായകമായി തീരട്ടെ എന്നതാണ് ഇതിലെ പ്രാർത്ഥന. ഈ പൂർണ്ണമാകാത്ത ഈ വ്യാഖ്യാനം ഇത് നേരത്തെ നിർത്തേണ്ടതായിരുന്നു, 10 മിനിറ്റെങ്കിലും മുമ്പേ നിർത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് തീർക്കാൻ പറ്റിയില്ല എന്ന ഒരു വിഷമത്തോടെ, ക്ഷമാപണത്തോടെ നിർത്തട്ടെ. നമസ്കാരം.